പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിന്നൊരു മാധ്യമ വാർത്ത, വ്യത്യസ്തങ്ങളായ ഒരു 4 വാർത്ത കണ്ടു. ആ വാർത്തയെ പറ്റിയാണ് നിങ്ങളോട് ഈ ഒരു വീഡിയോ. അതെ, ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ലോക പോലീസായ അമേരിക്ക ഒരു കാരണവശാലും വിശ്വസിക്കരുത്. ഓ മൈ ഫ്രണ്ട് എന്നും പറഞ്ഞ് തോളത്ത് കൈയിട്ടിട്ടൊന്നും കാര്യമില്ല. അവര് കൂടെ നിന്ന് പണി തരും. അവർക്ക് അവരുടെ രാജ്യ താല്പര്യം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി അവർ എന്ത് കളിയും കളിക്കും, ആരുടെ കൂടെയും തോളിൽ കൈയിടും, ആരുടെ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും തള്ളിപ്പറയും. അതായത് ചൈനക്കെതിരെ ഒരു പ്രബല ശക്തിയായി ഇവിടെ ഒരു ആള് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ത്യയുടെ തോളിൽ കൈയിട്ടെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഈ ഒരു 4 വാർത്തകളും ഞാൻ നിങ്ങളോട് ഇവിടെ കാണിക്കാം. ആ ഒരു വാർത്തയെ പറ്റി കാണുമ്പോൾ ഇതേപോലെയെങ്കിലും അവരോട് ശക്തമായി ഒരു ഭാഷയിൽ അവരോട് തിരിച്ചു പറയണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ, അതായത് എനിക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. പാകിസ്ഥാൻ നമ്മുടെ പ്രഖ്യാപിത ശത്രുവാണ്. അതെ, അവർ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ശത്രുവാണെന്ന് തന്നെ അറിയാം. ചൈനയും നമ്മുടെ ശത്രു രാജ്യം തന്നെയാണ്. അവർക്കും നമ്മളോട് അധികം സ്നേഹമൊന്നുമില്ല. പക്ഷെ അവർ നേരിട്ട് നമ്മളോടൊന്നും മുട്ടാൻ നിൽക്കില്ല. കാര്യം അവരൊരു പാകിസ്ഥാനെ പോലെയല്ല. അവർ പലരോടും പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും. അത് മാത്രവുമല്ല, ഒരു ഇന്ത്യയോട് നേരിട്ട് മുട്ടാൽ ഒരു പക്ഷെ അവർക്കും നല്ല നാശനഷ്ടവും നല്ല പണി കിട്ടുമെന്ന് അവർക്ക് തീർച്ചയായും അറിയാം. അതിന്റെ പേരിൽ അവർ ഇന്ത്യക്കാരോട്ട് മുട്ടാനും നിൽക്കില്ല. പക്ഷെ മാലദ്വീപ്സിനും ശ്രീലങ്കയെ പോലുള്ള രാജ്യങ്ങളിൽ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി ഇന്ത്യക്ക് ഒരു പണി തരാൻ അവർ ശ്രമിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഓ മൈ ഫ്രണ്ട് എന്നും പറഞ്ഞിട്ട് അമേരിക്ക നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് പറയുകയും ചെയ്യും, കൂടെ നിന്ന് പണി തരുകയും ചെയ്യും. കാരണം ട്രംപിന്റെ ഒരു പ്രസ്താവന കണ്ടു ആദ്യം. അതായത് ഇന്ത്യ നമ്മുടെ സുഹൃത്ത് രാജ്യമാണ്, പക്ഷേ വ്യാപാര കരാർ ലംഘനം ഏർപ്പെട്ടില്ലെങ്കിൽ 25% പിഴയിടും, താരിഫ് ഏർപ്പെടുത്തും, അധിക പിഴയും ഈടാക്കുമെന്നും. എന്താണ് ഫ്രണ്ടിനോടാണ് ഈ ചെയ്യുന്നത്? അതായത് ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടൊക്കെ തന്നെയാണ്, പക്ഷെ ഞങ്ങളനുസരിച്ച് നിന്നോളാം, ഞങ്ങൾ പറയുന്നത് കേട്ടോളാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എന്തൊക്കെ തരാൻ പറ്റും അതൊക്കെ തരും, ഉപരോധം വേണമെങ്കിൽ തരും. അതാണ് ആദ്യത്തെ വാർത്ത. വേറെ ഒന്നുമല്ല, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് 25% നികുതിയും കൂടാതെ അതിനുവേണ്ടി അധിക പിഴയും ഇടും. നമ്മുടെ കേരളത്തിനൊക്കെ വളരെ നഷ്ടമുണ്ടാവും. ഇവിടെ നിന്ന് അമേരിക്കയിലോട്ട് പല സാധനം കയറുൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഒരു 3-4 ഐറ്റംസ് കയറ്റി വിടുന്നുണ്ട്. അപ്പൊ നമുക്കിട്ടുള്ള പണി ഇവർക്ക് ഏറ്റവും വലിയ അമേരിക്കക്ക് ഉരുവട്ടാനുള്ള കാരണം റഷ്യയുമായിട്ടുള്ള നമ്മുടെ എണ്ണ ഇടപാടും ആയുധ ഇടപാടുമാണ്. അദ്ദേഹം ഇത് അവരുടെ ഒരു പ്ലാറ്റ്ഫോമിൽ എഴുതിയേക്കുന്ന അനുസരിച്ച് റഷ്യയുമായി ഇന്ത്യക്കുള്ള ആയുധ ഇടപാടും എണ്ണ ഇടപാടും എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്ത് എഴുതിയിട്ടുണ്ട് ഈ ഒരു പ്രസ്താവനയ്ക്കൊപ്പം. രണ്ടാമത്തെ കാര്യം, ഇയാള് പിഴയിടുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത് കുറച്ച് അടുത്തൊരു വാർത്ത. ഈ ബന്ധങ്ങളൊന്നും അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. 25% പിഴ ഇന്ത്യക്ക് താരിഫ് നികുതി ഏർപ്പെടുത്തി അധിക പിഴയും ഈടാക്കും എന്നുള്ള രണ്ടാമത്തെ വാർത്ത. അതായത് നമുക്ക് പിഴയിട്ടു, ഓൾറെഡി പിഴയിട്ടു. ഇനി ഇന്ത്യ നമ്മുടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് എന്തെങ്കിലും വേറെ ഉപരോധമൊക്കെ വരും. നമ്മുടെ ഏതോ കമ്പനികളൊക്കെ ഉപരോധം ഏർപ്പെടുത്തിയെന്ന് പറയുന്നു. അതിന്റെ കൃത്യമായ വാർത്ത എനിക്ക് വായിക്കാൻ പറ്റിയില്ല. പിന്നെ മൂന്നാമത്തെ വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെയും റഷ്യയുടെയും സാമ്പത്തിക ഘടനയാണ്. അത് മരിച്ച സമ്പദ്ഘടനയാണ്. അവർ ഓരോ നിമിഷവും താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ത്യയായിട്ട് ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ, ചെറിയ കൃത്യമായി പറഞ്ഞ ഡീലുള്ളൂ. അല്ലാതെ വലിയ ഡീലൊന്നുമില്ല. അങ്ങനെ വളരെ ഞങ്ങൾ നല്ല ഉയർന്ന നികുതിയും ഈടാക്കും, വലിയ പിഴയും ചുമത്തുന്നുണ്ട്. അല്ല, ഇന്ത്യയും റഷ്യയുടെയും ഒരു മരിച്ച സാമ്പത്തിക വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു ചത്ത സാമ്പത്തിക സ്ഥിതിയാണ് എന്നൊക്കെയാണ് അവരാൾ പറയണത്, വിമർശിക്കുന്നത്. ഇതിനൊക്കെതിരെ ഇന്ത്യൻ ഭരണാധികാരികൾ പ്രതികരിക്കുന്നത് കാണാൻ കൊതിച്ചിരിക്കുകയാണ് ഞാൻ മാത്രമല്ല എല്ലാ ഇന്ത്യക്കാരും. കാര്യം ലോക പോലീസ് കളി, അമേരിക്കയുടെ ലോക പോലീസ് കളി ഒരു ഇന്ത്യക്കാരനും ഇഷ്ടമല്ല, ലോകത്തിൽ ആർക്കും ഇഷ്ടമല്ല എന്ന് തന്നെയാണ് ശരി. അവരുടെ രാജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇയാൾ നമ്മുടെ തോളത്ത് കൈയിടും. ട്രംപ് ഒരു സമയത്ത് പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അയാളുടെ ടാക്ടിക്സ് ആണോ, അല്ലെങ്കിൽ ഇയാൾ ബോധക്കുറവ് പറയുകയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മൂന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ഒരു വാർത്തയാണ്. അതായത് അമേരിക്കയുടെ ഒരു താരിഫ് നികുതി ഏർപ്പെടുത്തുന്നതിനെതിരെ ഇന്ത്യ കർശന മറുപടി കൊടുത്തു. അതായത് നമ്മുടെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയമാണെന്ന് തോന്നുന്നു പത്രപ്രസ്താവന ഇറക്കി. രാജ്യ താല്പര്യം ഉറപ്പായിട്ട് സംരക്ഷിക്കും, വേറെ ഒരു കാര്യത്തിനും വിട്ടുവീഴ്ചയില്ല. അതായത് നമ്മുടെ ചെറുകിട നമ്മുടെ കർഷകര്, സംരംഭകര്, അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് ചെയ്യുന്നവരെ സംരക്ഷിക്കാനുള്ള നിലപാടായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത്തരം നിലപാടുകൾക്ക് ഇന്ത്യ കർശനമായി ഉള്ള നടപടികൾ എടുക്കും, കർശനമായ തീരുമാനങ്ങൾ എടുക്കും എന്നുള്ളൊരു
വാർത്തയാണ്. തീരുമാനമെടുക്കട്ടെ, നമുക്ക് ആശ്വസിക്കാം. നമ്മുടെ സംരംഭകരെ നമ്മുടെ രാജ്യം തന്നെയല്ലേ, നമ്മുടെ രാജ്യത്ത് എലക്ട് ചെയ്ത ഭരണാധികാരികൾ തന്നെയല്ലേ സംരക്ഷിക്കേണ്ടത്. അത് തന്നെയാണ് വേണ്ടത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയ വാർത്ത, ഇത്രയും നാളും ആദ്യം 71 ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്തൊക്കെ പാകിസ്ഥാനെ സഹായിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറഞ്ഞ രാജ്യമാണ് അമേരിക്ക. ഈ അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനുമായി ഒരു ഭയങ്കര ബന്ധത്തിലാണ്. അതായത് ഇയാൾ രണ്ടു വഞ്ചിയിലും കാലിൽ കിട്ടുന്ന ഒരു നിലപാടാണ്. ഇന്ത്യയെ പിടക്കാനും പറ്റില്ല. അത് ചൈന സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു വരുന്നത് കൊണ്ടാണെന്നാണ് രാഷ്ട്രതന്ത്രജ്ഞർ അല്ലെങ്കിൽ യാത്രാ എക്സ്പെർട്സുകൾ പറയുന്നത്. ഇപ്പൊ ഈ വാർത്ത ഞാൻ പറയാം. അതായത് ഒരിക്കൽ അവർ ഇന്ത്യക്ക് തന്നെ എണ്ണ വിപണനം ചെയ്യും. അതായത് ഇന്ത്യക്ക് എണ്ണ വിൽക്കും. ആരാണെന്നറിയോ? പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യക്ക് എണ്ണ വിൽക്കുമെന്നാണ് അയാൾ സൂചിപ്പിച്ചേക്കുന്നത്. അതായത് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ ഒരു കരാറിലെത്തി. എന്താണ് കരാറെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതായത് പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ, അതായത് വികസിപ്പിക്കുവാനും അതിൽ നിന്ന് എണ്ണ ഉൽപ്പാദിപ്പിക്കാനുള്ള കരാറുകളിലേക്ക് അമേരിക്കയും പാകിസ്ഥാനും ഒപ്പിട്ടു. പക്ഷെ ഏതൊക്കെ കമ്പനികളാണ് ഈ കരാർ ഏറ്റെടുത്തത്, അമേരിക്കൻ കമ്പനികളാണ് ഈ കരാർ ഏറ്റെടുത്തതെന്ന് മാത്രം അദ്ദേഹം പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ പാകിസ്ഥാനിൽ പോയി വികസിപ്പിച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് ഒരിക്കൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുന്നു. നമ്മളുടെ തോളിൽ ഫ്രണ്ട് നമ്മുടെ കൈയിട്ട് നടന്നിരുന്ന ആളുകളല്ലേ ഇത്തരത്തിലുള്ള ഒരു നിലപാട് പറയുമ്പോൾ, മലക്കം പറഞ്ഞ നിലപാട് പറയുമ്പോൾ നമ്മളുടെ പ്രതികരണം എന്തായിരിക്കും? സത്യം പറഞ്ഞാൽ അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് തന്നെയല്ലേ തോന്നിപ്പോകുന്നത്. അതെ, എനിക്ക് അങ്ങനെയാണ് തോന്നിപ്പോകുന്നത്. ഏതായാലും ഇന്ത്യ അമേരിക്കയുടെ സുഹൃത്ത് രാജ്യമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ്, അതായത് വാണിജ്യ മന്ത്രാലയം ഒക്കെ പ്രസ്താവന പറയുന്നുണ്ടോ, ബ്രിട്ടീഷുകാരുമായി, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റുമായി നമ്മൾ നടപ്പിലാക്കിയ അല്ലെങ്കിൽ ഒപ്പിട്ട ഒരു വ്യാപാര കരാർ പോലെ അമേരിക്കയുമായിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. രാജ്യ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട്, നമ്മുടെ കർഷകരുടെയും സംരംഭകരുടെയും താല്പര്യങ്ങൾ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകും. അല്ലാതെ ഇത്തരം ഒരു സംഭവത്തിന് കർശനമായ ഒരു മറുപടി ഇന്ത്യക്ക് കൊടുക്കും എന്നൊക്കെയാണ് പറയണത്. അതൊക്കെ കൊടുത്താൽ നന്നായിരുന്നു. കൊടുക്കുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും കൊടുക്കുമെന്ന് തന്നെ ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നത്. ഇന്ത്യയുടെ ഒരു ഭരണാധികാരികളും, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, മറ്റിതര കക്ഷികളായിക്കോട്ടെ, രാജ്യ താല്പര്യം ബലികരിച്ചിട്ട് ഒന്നും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു രാഷ്ട്രീയ വാർത്തയായി കാണുന്നു, അതൊന്നും കാണണ്ടോ. ഈ ഇവരുടെ ഒരു പ്രസ്താവന കണ്ടപ്പോൾ അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഈ ട്രംപിനെ പ്രത്യേകിച്ചും വിശ്വസിക്കാൻ കൊള്ളില്ല. അവർ അവരുടെ രാജ്യ താല്പര്യത്തിന് വേണ്ടി എന്തും ചെയ്യും, എന്തും പ്രവർത്തിക്കും. അവർ അവരുടെ ആയുധം കച്ചവടം ചെയ്യുവാൻ വേണ്ടി എന്തും ചെയ്യും എന്നാണ് ഈ വാർത്തകൾ കാണുമ്പോൾ ഒരു സാധാരണ പൗരൻ എന്ന രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെന്നെ ഏറെ ഒരു വിഷമിപ്പിച്ച കാര്യമാണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളോട് ഒന്ന് തീർച്ചയായും ഈ ഒരു മാധ്യമത്തിലൂടെ പറയണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണം. കാരണം ഏതൊരു ഇന്ത്യക്കാരൻ, ഏതൊരു ഭാരതീയനും ഈ ഒരു വാർത്ത കാണുമ്പോൾ നമ്മുടെ രാജ്യത്തെ കുറിച്ച് മറ്റൊരു ഭരണാധികാരി ലോക പോലീസ് കളിച്ച് ഒരു ആശാൻ കളിച്ചു വരുമ്പോൾ നാം ഇത്തരത്തിലുള്ള രീതിയിൽ നാം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രകോപനം, നമ്മ ഒരു വിവേകത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രകോപനമല്ല, ഈ ഒരു ഇത് നമ്മൾക്ക് ഏതായാലും തോന്നില്ലേ? ആ ഒരു ആശങ്ക നിങ്ങളുമായി പങ്കുവെച്ചു എന്നേ ഉള്ളൂ. ഈ കാര്യത്തിൽ, ഈ ഒരു വാർത്തകളിൽ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ സമകാലീന വാർത്തകളും ഇൻഫോർമേറ്റീവ് വീഡിയോസും മറ്റു നമുക്ക് കഴിയാവുന്ന ചെറിയ ചെറിയ കഥകളുമൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാ കൂട്ടുകാർക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ബൈ.